മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാനാണ്. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കും ഇപ്പോൾ ഒരു ചലഞ്ച് ചെയ്താലോ, പക്ഷേ ചലഞ്ച് ചെയ്യാൻ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അമ്മയും അച്ഛൻ എന്തായാലും ചലഞ്ചൊന്നും ചെയ്യാൻ കൂടെ നിൽക്കും. അങ്ങനെ ഞാൻ കുറേ ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് ഒരു ദിവസം ഫുള്ള് ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതെനിക്കൊരു ചലഞ്ച് തന്നെയാണ്. അതാവുമ്പോൾ എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റിയൊരു ചലഞ്ച്. അങ്ങനെ പിന്നെ എൻ്റെ നാട്ടിലുള്ള സമയത്ത് തന്നെ അത്യാവശ്യം നല്ലോണം നോൺ വെജ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ജങ്ക് ഫുഡും ഉണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അത് കുറച്ചുകൂടെ കൂടി. എവിടെയാണെങ്കിൽ നോൺ വെജ് കിട്ടാനൊരു പ്രയാസമില്ല. കൂട്ടത്തിൽ ജങ്ക് ഫുഡും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. പിന്നെ ഡെയിലി എന്തെങ്കിലും നോൺ വെജ് കഴിക്കാണ്ടിരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചലഞ്ച് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഫുള്ള് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം. അതിൽ ഞാൻ മെയിനായിട്ടും ഫ്രൂട്ട് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. എനിക്കിഷ്ടമാണ് ഫ്രൂട്ട് ഇങ്ങനെ ഡെയിലി അങ്ങനെ കഴിക്കാനൊക്കെ. പിന്നെ നമുക്ക് ഡെയിലി അങ്ങനെ ഫ്രൂട്ടൊന്നും കഴിക്കാനുള്ള ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കാറുണ്ട് ഫ്രൂട്ട്. പക്ഷേ ഇന്ന് ഫുൾ ഡേ ഹെൽത്തി ഫുഡും കൂടുതൽ ഫ്രൂട്ടൊക്കെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായിട്ട് ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്കും ഇപ്പം തന്നെ ഒന്ന് ചെയ്യുക. പിന്നെ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ ഒരു ചാനൽ നല്ല രീതിയിൽ വളരണമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അധികം ലോങ്ങായിട്ട് എന്തായാലും ഉണ്ടാവില്ല. ചെറിയൊരു ചലഞ്ചാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം തന്നെ ടൈം ഏകദേശം 1 മണി എങ്ങനെ ആയിട്ടുണ്ട്. രാവിലെ അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമേ ടൈമിൻ്റെ ഒക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് രാത്രിയൊക്കെ കഴിക്കാറ് 2 നേരമൊക്കെ കഴിക്കാറുള്ളൂ. ഇടയ്ക്ക് 3 നേരം കഴിക്കും. പിന്നെ അപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിക്കുന്നത് ഓട്സും പിന്നെ ഒരു പഴവും ഒരു മുട്ടയും കഴിക്കാനാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ഇതാ ഞാൻ ഓട്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. കുറച്ച് ടൈം മുന്നേ അമ്മ റെഡിയാക്കി വെച്ചാണ്. അപ്പോൾ ചൂട് തണിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞാൻ ചൂടാക്കി. ആവി പറക്കുന്നുണ്ട്. അതൊന്ന് തണിയട്ടെ. അപ്പോഴേക്ക് നമുക്ക് അടുത്ത സാധനം എടുക്കാം. പിന്നെ ഞാനിതാ ഒരു മുട്ടയും പഴവും എടുത്തിട്ടുണ്ട്. ആദ്യം മുട്ട കഴിക്കാം. ക്ലിപ്പ് ഇട്ടുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ക്ലിപ്പിലൊക്കെ പെട്ടെന്ന് കുടുങ്ങും. അങ്ങനെ മുട്ട കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചില്ലേ ഞാനിപ്പോൾ മരിച്ചു. ചായ അല്ലെങ്കിൽ എനിക്ക് പതിവില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല ചായ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലപ്പോഴൊക്കെ കുടിക്കാറുള്ളൂ. അതിലും എന്നാലും കുടിക്കുക കോഫിയാണ്. അപ്പോൾ ഇന്ന് ഓട്സ് ഉള്ളതുകൊണ്ട് എന്തായാലും കോഫീൻ്റെ ആവശ്യമില്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഴം കഴിക്കാം. എന്ത് പഴമാണെന്ന് ഓർമ്മയില്ല. ഇത് റോബസ്റ്റ് ആണ്. നല്ല മധുരമാണ് ഈ റോബസ്റ്റ് പഴത്തിന്. അപ്പം നമുക്കിത് ഫിനിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്ലേറ്റ് കാലിയായി. അപ്പോൾ നെക്സ്റ്റ് ഓട്സ്. കയ്യിലൊക്കെ ഫുള്ള് പഴത്തിൻ്റെതായി നമുക്കൊരു ഡിഷ് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്യാം. കൈ എന്തായാലും കഴുകും. ഓട്സ് കഴിച്ചിട്ട് കഴുകാതെന്ന് വെച്ചിട്ടാണ് തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്സ് കുറച്ച് ചൂടൊക്കെ തന്നിട്ടുണ്ട്. ഇനി കൂടി കുടിക്കാം. മധുരം കുറവാണ്. കുഴപ്പമില്ല. മധുരം പഴത്തിൻ്റെ മധുരം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് കുറച്ച് മധുരം കുറവായിട്ട് തോന്നുന്നത്.
ഒരു ഗ്ലാസ്സും കൂടെ അവിടെ ബാക്കിയുണ്ട്. അത് പോകുന്നറിയില്ല, എന്തായാലും ഇത് ഫിനിഷ് ചെയ്യട്ടെ. ആരാത്? ഓട്സ് അമ്മ ഒരു കപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ തോന്നില്ല, ഇപ്പം തന്നെ ഏകദേശം വേറെ ഫിറ്റ് ആയിട്ടുണ്ട്. ഓട്സ് എൻ്റെ ഫേവറേറ്റ് ഒന്നും ആയിരുന്നില്ല. നാട്ടിലുള്ള സമയത്തൊക്കെ ഇത് കിട്ടിയാലും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതും ഈ ഒരു ഓട്സ്, ഇത് വൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി കഴിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ ഫസ്റ്റ് എടുത്ത ഓട്സ് മൊത്തം കാലിയായിട്ട് വീണ്ടും എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ പോകാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പം തന്നെ വയറക്കുള്ള. ഞാൻ രാവിലെ അങ്ങനെ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലല്ല, എനിക്ക് കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പകുതി തീർക്കാൻ നോക്കട്ടെ. ബാക്കി അതിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതൊന്നും ചെയ്യുന്ന അറിയില്ല, അമ്മ അച്ഛനങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് കാണാം. തുടങ്ങിയത് പോലെയല്ല, പിന്നെ സ്പൂണൊക്കെ ഞാൻ ഒഴിവാക്കി. ഒന്നാമത് എനിക്ക് കുറച്ചൊരു പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അത് എടുക്കാനുള്ള ലേറ്റായി. ഇന്ന് കുറച്ച് ലേറ്റാണ്. അപ്പോൾ ഇത് ഒക്കെ കഴുകി വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പണിയൊക്കെ എടുക്കാം. അമ്മയും അച്ഛനും പണിയുടെ തിരക്കിലാണ്. ഇപ്പോൾ ഞാൻ പോയിട്ട് സഹായിക്കണം. അപ്പോൾ ഇത് ഞാൻ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം വേറെ ഫുള്ളായി. അപ്പോൾ നെക്സ്റ്റ് ലഞ്ച് ചിലപ്പോൾ എന്തായാലും വൈകിട്ടായിരിക്കും. ചോറ് ഇവിടെ വന്നേച്ചാൽ ചോറും കഴിക്കൽ കുറവാണ്. പിന്നെ ചോറിനോട് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ആ സമയത്ത് നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കണം. അപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ ടൈമിൽ കാണാം. അതെ, ഇപ്പോൾ ഏകദേശം ഒരു 8:30-9 മണിയാകാനായിട്ടുണ്ട്. ലഞ്ചും ഡിന്നറൊക്കെ ഒരേ സമയത്ത് കഴിക്കേണ്ട അവസ്ഥയാണ്. പീരീഡ്സിൻ്റെ പെയിന് കാരണം അത്യാവശ്യം കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ രാത്രി വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറേ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ കിവി ഉണ്ട്. അപ്പോൾ കിവി ഞാനിവിടെ വന്നിട്ടാണ് ഫസ്റ്റ് കഴിക്കുന്നത്. നാട്ടിൽ നിന്ന് ഡ്രൈ ആയിട്ടുള്ളത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാട്ടും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം ഡ്രൈ ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ആപ്രിക്കോട്ടാണ്. ഇത് ഇങ്ങനെ 2 സൈഡിൽ വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഞാനിപ്പോൾ റീസെൻ്റ്ലി കഴിച്ചു നോക്കിയതാണ്. പിന്നെ ഇതും ആ ഒരു ഷേപ്പ് തന്നെ വരുന്നതാണ്. ഇതാണ് പീച്ച്. ഈ ഒരു ഷേപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേങ്കിൽ ആപ്രിക്കോട്ട് പോലെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കുരുവിൽ നിന്ന് വേറെ എടുക്കാൻ പറ്റില്ല. കുരുവൊക്കെ ഞാൻ കളഞ്ഞതാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുരുവിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മാംഗോ ആണ്. മാംഗോ കുഞ്ഞായിട്ട് കട്ട് ചെയ്തതാണ്. മാംഗോ അച്ഛൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി വാങ്ങി വെച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ അത് കൂടെ എടുക്കാമെന്ന്. അങ്ങനെ ഇതാ പ്ലേറ്റ് നിറയെ ഫ്രൂട്ട്സാണ്. ഒരു ഫുള്ള് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് നേരം അമ്മ കൊടുത്തു. ഇനിയിപ്പം ബാക്കിയുണ്ടെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല. അപ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛനും കൂടെ കൊടുക്കണം. പിന്നെ ഇതിൽ കിവിയും പിന്നെ പീച്ചും അത്യാവശ്യം പുളിപ്പുള്ളതാണ്. മാങ്ങയാണെങ്കിൽ ഇപ്പം കുറച്ച് നല്ല മധുരമുള്ള മാങ്ങയാണ്. ജ്യൂസ് അടിക്കാനാണെങ്കിൽ ഇത്ര മധുരമുള്ള വേണമെന്നില്ല. എന്നാലും ഇപ്പോൾ അച്ഛൻ നല്ലൊരു മാങ്ങ എവിടുന്നോ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ അതുപോലെ എനിക്ക് ഇവിടെ വന്നിട്ട് ഫേവറേറ്റ് ആയ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെ കഴിക്കണം എന്ന് വിചാരിച്ച കുറേ ഉണ്ടായിരുന്നു. ഈ ബെറീസിലൊക്കെ പെട്ട ബ്ലൂബെറി, മൾബെറി. അപ്പോൾ ബ്ലൂബെറിയും സ്ട്രോബെറി ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു അതിന് വേണ്ടിയിട്ട്. പക്ഷേ അത് വാങ്ങിയില്ല. അപ്പോൾ അതിന് പകരമാണ് ഇതൊക്കെ ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് കഴിച്ചു തുടങ്ങാം. ആദ്യം തന്നെ കിവിയാണ് എടുക്കുന്നത്. വയറിനിപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ അതിന് നേരത്തെ കഴിക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കഴിക്കേണ്ട വരില്ല. കുഞ്ഞി കിവിയാണ്. അപ്പോൾ ഞാൻ 3 കിവി എടുത്തത്. ഇനി ആപ്പിൾക്കോട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല മധുരമാണ് ഇതിൽ. അതിന് പുളിപ്പ് കുറവാണ്, നല്ല മധുരമാണ്. അടിപൊളിയാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നാട്ടിലുള്ള സമയത്ത് പണ്ടൊക്കെ പ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ആപ്പിളിൻ്റെ ഒക്കെ കുഞ്ഞ് സൈസിലേക്ക് റൗണ്ടിലുള്ള അത് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അത് ഇവിടെ ഉണ്ട്.
അതിൻ്റെ ഒരു ടേസ്റ്റ് ആണെങ്കിൽ അതിനെക്കാട്ടും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. ഏകദേശം ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇതിനും ചെറിയൊരു റെഡിഷ് വരുന്നുണ്ട്, എന്നാലും പീച്ച് നല്ല റെഡാണ്. മറ്റേ പക്ഷേ ഇത്ര റെഡ് വരുന്നില്ല. ഇതിന് പുളിപ്പുണ്ട്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്താൻ തോന്നില്ല. അയ്യോ ടേസ്റ്റാണ് ഇതിന്. ഈ ഒരു ഒന്ന് ഞാനിനി ഇവിടെ വെക്കുകയാണ്. അപ്പോൾ അച്ഛന് കൊടുക്കണം വന്നിട്ട്. അപ്പോൾ ഇത്ര കിവി ബാക്കി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കിവി അച്ഛന് മാറ്റി വെക്കണം, തിരിച്ച് കഴിക്കാം. അപ്പോൾ ഇത് കുറച്ച് പുളിപ്പുള്ളതുകൊണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ മാംഗോ കഴിക്കുമ്പോൾ ആ പുളിപ്പങ്ങ് മാറും. എടുത്ത പീസിന് നല്ല പുളിപ്പാണ്. നമ്മൾ പീച്ചിൻ്റെ ഫ്ലേവറിലുള്ള സംഭവങ്ങൾ ഞാൻ മുന്നേ കഴിച്ച ഒരു പീച്ച് ഫ്രൂട്ട് ആദ്യമായിട്ട് കഴിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ മുന്നേ എവിടെയോ ഏതോ ഒരു മിഠായിലോ അങ്ങനെ ഞാൻ കഴിച്ചൊരു ഓർമ്മ. ഫസ്റ്റ് കഴിച്ച നല്ല പുളിപ്പിലായിപ്പോൾ ഇനി നോക്കട്ടെ. പുളിപ്പില്ല. അത് ഈ ഒരു സെയിം മുന്നിൻ്റെ പീസ് തന്നെയാണ്. അതും ചിലപ്പോൾ പുളിപ്പ് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. പുളിപ്പുള്ളതും ഞാൻ കഴിക്കുന്നുണ്ട്, കാരണം അച്ഛന് അതുകൂടെ വെക്കണം. അപ്പോൾ പുളിപ്പുള്ളത് അച്ഛന് കൊടുക്കണ്ട. പുളിപ്പുള്ളതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അതിൽ ഈ 3-4 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു 5 പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അയ്യോ വയറ് വേദന. അപ്പോൾ ഇനി ഞാൻ മാംഗോ കഴിക്കാണ്. ഇത് അത്യാവശ്യം നിറയുന്നുണ്ട്. വലിയ മാങ്ങയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കൊടുത്തു. ബാക്കി ഏകദേശം ഇതിലുണ്ട്. അച്ഛന് വെച്ചിട്ടില്ല ഇത്. അപ്പോൾ ഇത് ചിലപ്പം ഞാൻ മൊത്തം കഴിക്കാൻ വിചാരിച്ചത്. നോക്കിയിട്ട് ഇത് ലാസ്റ്റ് അച്ഛന് വെക്കണം. നല്ല മധുരമുള്ള മാങ്ങയാണ്. നാട്ടിലാണെങ്കിൽ നല്ല ഉള്ളോർ മാങ്ങയൊക്കെ കിട്ടുന്ന സമയമല്ല. അപ്പോൾ ഉള്ളോർ മാങ്ങയുടെ ടേസ്റ്റൊക്കെ നമ്മളോട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ അതിന് ചെറിയൊരു ആശ്വാസമുണ്ട്. ഉള്ളോർ മാങ്ങയുടെ ടേസ്റ്റ് ഒന്നുമില്ലെങ്കിലും ഇതിന് വേറെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇന്നിവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചിക്കൻ കറിയും ചപ്പാത്തിയും പിന്നെ ബീഫൊക്കെ ഉണ്ടായിരുന്നു. ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് ഫ്രൂട്ട്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. പറഞ്ഞിപ്പോൾ കഴിച്ച് തീരാറായിട്ടുണ്ട്. എൻ്റെ വയറ് ഏകദേശം ഫുള്ളായി. പിന്നെ പെയിന് കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ അച്ഛന് കൊടുക്കാം. അച്ഛന് വേണ്ടാത്തുണ്ടെങ്കിൽ അമ്മ കഴിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ നമുക്ക് അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് അച്ഛന് തീരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അമ്മ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് പിന്നെ എടുത്തിങ്ങോട്ട് വരുമ്പോൾ ഞാൻ അമ്മ കൊടുത്തിട്ടാണ് വന്നത്. വയറൊക്കെ ഫുള്ളായി. അപ്പോൾ ചലഞ്ച് ഇത്രയേ ഉള്ളൂ. ചലഞ്ചിൽ കൂട്ടാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. ചലഞ്ചൊക്കെ ആകുമ്പോൾ ആരെങ്കിലും നമുക്ക് ചലഞ്ച് തന്നിട്ട് അത് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ ചലഞ്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ചിക്കനൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കാൻ തോന്നേണ്ടതാണ്. പക്ഷേ ഇന്ന് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇത്ര അങ്ങോട്ട് കഴിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ആഗ്രഹത്തിൽ ജസ്റ്റ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്നുകൂടി പറയാനും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് വികാസം. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.